ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ എക്സാം 2007 നടന്ന എക്സാം ആണ്. അതിന്റെ പാർട്ട് 4 ക്വസ്റ്റ്യൻ സൊല്യൂഷനിലേക്ക് പോവാണ്. ഇലക്ട്രിക്കൽ സെക്ഷൻ ആണ്. 50 ക്വസ്റ്റ്യൻ വരെ മെക്കാനിക്കൽ സെക്ഷൻ ആയിരുന്നു. 50 ക്വസ്റ്റ്യന് ശേഷം ഇലക്ട്രിക്കൽ സെക്ഷൻ ആണ്. അപ്പം ഇലക്ട്രിക്കൽ സെക്ഷന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇത്. ഫസ്റ്റ് സെക്ഷൻ, ആദ്യത്തെ രണ്ട് സെക്ഷനും മെക്കാനിക്കൽ പോർഷൻ ആയിരുന്നു. അപ്പം ആരെങ്കിലും ആ ക്വസ്റ്റ്യൻസ് കാണാത്തവരുണ്ടെങ്കിൽ ആ സെക്ഷൻ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഇനി വരാനുള്ള എക്സാമിന്. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ 76th ക്വസ്റ്റ്യൻ ആണ്. ദ ഡിവൈസ് വിച്ച് ഡു നോട്ട് ഹാവ് ഗേറ്റ് ടെർമിനൽ ഇല്ലാത്ത ഡിവൈസ് ഏതാണ്? SCR, അതായത് സെമി റെക്ടിഫയർ. അതുപോലെ ഡയാക്ക്, ട്രാക്ക്, തൈറിസ്റ്റർ. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി, ഡയാക്ക്. ദ മാക്സിമം പെർമിസിബിൾ ലോഡ് ഇൻ എ ലൈറ്റിംഗ് സബ് സർക്യൂട്ട് ഈസ്. ലൈറ്റിംഗ് സബ് സർക്യൂട്ടിന്റെ മാക്സിമം പെർമിസിബിൾ ലോഡ് എത്രയാണ് ചോദിക്കുന്നത്? ഓപ്ഷൻ എ 735 വാട്ട്, ബി 800 വാട്ട്, സി 1000 വാട്ട്, ഡി 746 വാട്ട്. അപ്പം ഇതിൽ 746 വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 HP എന്ന് പറയുന്നത്. 1 HP, അതായത് 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട് ആണ്. അപ്പം വേറൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മുടെ ആൻസർ മാക്സിമം പെർമിസിബിൾ ലോഡ് ഇൻ എ ലൈറ്റിംഗ് സബ് സർക്യൂട്ട് ഈസ് ഓപ്ഷൻ ബി 800 വാട്ട്സ്. അതായത് ഒരു ലൈറ്റിംഗ് സബ് സർക്യൂട്ടിന്റെ മാക്സിമം പെർമിസിബിൾ പവർ ലോഡ് എന്ന് പറയുന്നത് 800 വാട്ട്സ് ആണ്. The method used for heating non-conducting material is. Non-conducting material ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്? ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ ആർക്ക് ഹീറ്റിംഗ്, ബി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഡൈഇലക്ട്രിക് ഹീറ്റിംഗ്. അപ്പം ഇത് 4 ഓപ്ഷൻ നല്ല അത്യാവശ്യം പ്രചാരത്തിലുള്ള 4 ഓപ്ഷൻസ് ആണ്. അതായത് ഹീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 4 ഓപ്ഷൻസ് ആണ്. അപ്പം അതിനകത്ത് ഓപ്ഷൻ ഡി ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ആണ് നമ്മൾ നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ ഹീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കണ്ടക്ടിങ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ഹീറ്റിങ്ങോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഹീറ്റിങ്ങോ ഇലക്ട്രിക് ആർക്ക് ഹീറ്റിങ്ങോ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് അത് ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ദ നിയോൺ ഗ്യാസ് ഇൻ എ സോഡിയം വേപ്പർ ഡിസ്ചാർജ് ലാമ്പ് ചേഞ്ചസ് ദ കളർ ഓഫ് ലൈറ്റ്, prevent vaporization of filament, act as a shield around filament, assist in developing enough heat to vaporize the sodium. Option D, assist in developing enough heat to vaporize the sodium. സോഡിയം വേപ്പറൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയോൺ ഗ്യാസ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദ മീറ്റർ എക്സ്ക്ലൂസീവ്ലി ഫോർ മെഷറിംഗ് റേഡിയോ ഫ്രീക്വൻസി കറണ്ട് ഈസ്. ദ മീറ്റർ എക്സ്ക്ലൂസീവ്ലി ഫോർ മെഷറിംഗ് റേഡിയോ ഫ്രീക്വൻസി കറണ്ട്. റേഡിയോ ഫ്രീക്വൻസി കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീറ്റർ ഏതാണ്? തെർമോകപ്പിൾ, മൂവിംഗ് അയൺ, ഇലക്ട്രോസ്റ്റാറ്റിക്, ഇലക്ട്രോഡൈനാമിക്. അപ്പം ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ തെർമോകപ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Ohm's law is true only when voltage remains constant, temperature remains constant, current remains constant, resistance remains constant. എന്താണ് Ohm's law? Ohm's law പറഞ്ഞാൽ V equal to IR അല്ലെ? അതായത് രണ്ട് ടെർമിനൽ നോക്കുകയാണെങ്കിൽ ആ ടെർമിനലിന്റെ അകത്തോടുള്ള വോൾട്ടേജ് അതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറന്റിനും ആ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസിനും പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഓംസ് ലോ പറയുന്നത് അല്ലെ? അപ്പം അതിന്റെ ഓപ്ഷൻ ഏതാണ്? ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം ടെമ്പറേച്ചറിനനുസരിച്ച് മാറും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയോ കുറയോ അങ്ങനെയൊക്കെ ചെയ്യും. അത് ഡിഫറെന്റ് ആയിട്ടുണ്ട്. അതായത് റെസിസ്റ്റൻസിന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. കോഎഫിഷ്യന്റ്, അതായത് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, അത് കോമൺലി അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ മാത്രമാണ് നമ്മുടെ ഓംസ് ലോ എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ V equal to IR എന്ന് പറഞ്ഞ ഇക്വേഷൻ വാലിഡ് ആയിട്ടുള്ളൂ. ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് the combination of containing 1 ohm resistors connecting in parallel, അതായത് 1 ohm റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് വെച്ചാൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുന്നത്. കണക്റ്റഡ് ഇൻ പാരലൽ കണക്ഷൻ ആണ് പറയുന്നത്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, രണ്ടാമത്തെ റെസിസ്റ്റൻസ്, മൂന്നാമത്തെ റെസിസ്റ്റൻസ്, നാലാമത്തെ റെസിസ്റ്റൻസ്. ഈ 4 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം സീരീസ് ആണെങ്കിൽ 4 റെസിസ്റ്റൻസ് ഉണ്ട്. R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 ഈക്വൽ ടു R ഈക്വലന്റ്. നേരെ മറിച്ച് പാരലൽ ആണെങ്കിൽ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് 1/R4 ഈക്വൽ ടു RE. ഓക്കെ, അപ്പം ഇതിനകത്ത് വരികയാണെങ്കിൽ ഓരോ 1 ഓം റെസിസ്റ്റൻസ്, ഒരു ഓം റെസിസ്റ്റൻസ് ഇതൊരു ഓമാണ്, ഇതൊരു ഓമാണ്, ഇതൊരു ഓമാണ്, ഇതൊരു ഓമാണ്. ഓക്കെ, അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടും? ഓപ്ഷൻ ബി. ഓക്കെ,
1/4 ohm. How many 3-watt bulbs can accommodate seriously across 240 watt supply for normal operation? അതായത് എത്ര 3-watt ബൾബ് നമ്മളെ 240 വാട്ട് സപ്ലൈനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്നു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്നു. ഓപ്ഷൻ എ എന്ന് വെച്ചാൽ 80 പ്ലസ് 80 ഈക്വൽ ടു 240 വാൾട്ട് ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ സീരീസ് ആയി കണക്ട് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാം, റെസിസ്റ്റൻസ് ആഡ് ചെയ്യാം. ഓക്കെ, 20 watt, 40 watt, 60 watt and 100 watt lamps are connected across supply terminals. Which lamp will glow most brightly? അപ്പം 20 വാട്ട്സ് ബൾബ് ഉണ്ട്, 40 വാട്ട്സ് ബൾബ് ഉണ്ട്, 100 വാട്ട്സ് ബൾബ് ഉണ്ട്, 60 വാട്ട്സ് ബൾബ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുക? എല്ലാവർക്കും അറിയുന്ന പോലെ ഓപ്ഷൻ എ 100 വാട്ട്സ് ബൾബ്. നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ പറയാ, ഏത് സാഹചര്യത്തിലാണെങ്കിലും 100 വാട്ട്സ് ബൾബൊക്കെ പണ്ടത്തെ കാലത്ത് ഈ ടങ്സ്റ്റൺ ലാമ്പാണ് യൂസ് ചെയ്തത്. ആ ടങ്സ്റ്റൺ ലാമ്പിൽ 100 വാട്ട്സിന്റെ ബൾബ് കിട്ടുന്ന നല്ല ലൈറ്റ് ഉണ്ടാവും. അത്രയും എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അത്രയും ലൈറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോൾ CFL-ഉം LED ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി ഇത്രയും വാട്ട്സിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 9 വാട്ട്സിന്റെ ലൈറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട് LED ഒക്കെ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്? അപ്പം ഇത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയും. നേരെ മറിച്ച് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയും. റെസിസ്റ്റൻസ് കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പം ഇത് ഈ ഒരു കേസിനകത്ത് അല്ലെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറയുന്നത് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ ശരിക്കും ആ എക്സാമിൽ PSC റിസൾട്ട് വന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ്. പക്ഷെ ഇതിനകത്ത് ഓപ്ഷൻ എ പ്രോപ്പർ ആയിട്ടുള്ള സാധനമാണ്. കാരണം സെമി കണ്ടക്ടർ മെറ്റീരിയലിനകത്ത് കാർബൺ, സിലിക്കൺ, ജർമ്മനി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഇനി സൂപ്പർ പൊസിഷൻ തിയറം എസെൻഷ്യലി ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ്, ഏത് കൺസെപ്റ്റിന്റെ ബേസിലാണ് സൂപ്പർ പൊസിഷൻ തിയറം നടത്തിയിരുന്നത്? ഡുവാലിറ്റി, റെസിപ്രോസിറ്റി, ലീനിയാരിറ്റി, നോൺ ലീനിയാരിറ്റി. അപ്പം ലീനിയാരിറ്റി കൺസെപ്റ്റിലാണ് സൂപ്പർ പൊസിഷൻ തിയറം ബേസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ സൂപ്പർ പൊസിഷൻ തിയറം എന്ന് പറഞ്ഞാൽ തിയറം എടുക്കുന്നത് നമ്മളിപ്പം ആഡ് ചെയ്യുന്നില്ലേ, അതായത് റെസിസ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്ത് പോകുന്നില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, അതായത് R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് സീരീസ് കണക്ഷൻ ആണെങ്കിൽ അത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, അതായത് ഒന്നിന് മുകളിൽ ഒന്ന് ആഡ് ചെയ്യുന്ന പോലെയാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇൻ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ന്യൂട്ടൺ, കിലോ വാട്ട്, ജൂള്, ന്യൂട്ടൺ മീറ്റർ. ഏതാണ്? ഓപ്ഷൻ എ ന്യൂട്ടൺ. നമുക്കറിയുന്ന കാര്യമാണ്, ഫോഴ്സ് F ഈക്വൽ ടു MA എന്ന് എടുത്താൽ മതി. അതിന്റെ ന്യൂട്ടൺ ആണ് അതിന്റെ യൂണിറ്റ്, നമ്മൾ N നേടും. ഓക്കെ, ക്യാപിറ്റൽ N. ആംബിയർ is the ornamental name of എന്തിന്റെ? coulomb per second, work done per second, work done per charge, Newton per second. ഏതിന്റെ ഇതാണ്? coulomb per second, അതായത് ചാർജ് പെർ സെക്കൻഡ്. ഇലക്ട്രോണിന്റെ ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് coulomb per second. ഒരു എത്ര coulomb ചാർജ് ഒരു പർട്ടിക്കുലർ ടൈമിൽ പാസ് ചെയ്യുന്നുള്ളതാണ് ആംബിയർ എന്ന് പറയുന്നത്. അതായത് കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. അതിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. ആംബിയർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം കറണ്ട് ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്നു, ആ കറണ്ട് പാസ് ചെയ്യുന്നതിന്റെ പെർ സെക്കൻഡ്, അതാണ് ആംബിയർ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് എത്ര കറണ്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, കപ്പാസിറ്റൻസ് ഈസ് മെഷേർഡ് ഇൻ ഫാരഡ്, ഓം, ഹെൻറി, വെബർ. അപ്പൊ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്, വേറെ രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഫാരഡ്, അതായത് 20 ഫാരഡ്, 12 ഫാരഡ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കപ്പാസിറ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ, ഇൻഡ്യൂസ്ഡ് EMF ഒരു കണ്ടക്ടറിനകത്ത് ഇൻഡ്യൂസ് ചെയ്ത EMF എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? amount of flux linkage, rate of change of flux linkage, amount of flux density, amount of volume of conductor. ഇതിലേതാ? ഓപ്ഷൻ ബി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. അതിനായിട്ട് എത്ര ഫ്ലക്സ് ലിങ്ക് ചെയ്തിട്ടുള്ളതിനനുസരിച്ചാണ് ഇൻഡ്യൂസ്ഡ് EMF എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി 91th question. The resistance of two wire is 25 ohm when they are in series and 6 ohm when they are in parallel. What are the values of each? അപ്പം നമ്മൾ ആദ്യത്തെ കേസ് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് 2 വയേഴ്സ് ഈസ് 25 ohm when they are in series. അതായത് ആദ്യം തന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, അപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കിട്ടിയത് 25 ohm ആണ്. രണ്ടാമത്തത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഈ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത സമയത്ത് അതിന്റെ ഓം
റെസിസ്റ്റൻസ് കിട്ടിയത് 6 ഓം ആണ്. 6 ഓം. ഓക്കെ, അപ്പോൾ 6 ഓം ആണ്. അപ്പം ആ റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. 91C. ഓക്കെ, 10 ഓമും, ഇത് 10 ഓമും, ഇത് 15 ഓമും, ഇത് 10 ഓമും, ഇത് 15 ഓമും. ഇത് 10 ഓം 15 ഓം എന്ന് പറഞ്ഞാൽ 1/10 പ്ലസ് 1/15 ഈക്വൽ ടു 10 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 150 ഈക്വൽ ടു 6. സോറി, ഇത് പ്ലസ് ആണ്, കൺഫ്യൂഷൻ. അതിന്റെ റെസിപ്രോക്കറ്റ് എടുക്കണം. ഇതിന്റെ റെസിപ്രോക്കറ്റ് എടുത്താൽ 1/6 എന്ന് കിട്ടും. ഓക്കെ, 1/6 എന്ന് കിട്ടും. 1/6ന്റെ റെസിപ്രോക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. എങ്ങനെ വരുന്ന 150 ഡിവൈഡ് ബൈ 25 വരും, ഈക്വൽ ടു 6. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്ട്ലി നമുക്ക് കണ്ടുപിടിക്കാൻ രണ്ട് റെസിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ഈക്വൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ എഴുതുകയാണെങ്കിൽ ആർ ഈക്വൽ ടു ഇവിടെ എന്ന് പറഞ്ഞാൽ എ എന്താ 10 ഓം ഇൻറ്റു 15 ഓം ഡിവൈഡ് ബൈ 10 പ്ലസ് 15 ഈക്വൽ ടു 150 ഡിവൈഡ് ബൈ 25 ഈക്വൽ ടു 6 ഓം. ഒന്നുമില്ല, നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്, കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, 2 ഓം ആണെങ്കിൽ മാത്രം എങ്ങനെ ചെയ്യാൻ പറ്റും. മറ്റേതാണെങ്കിൽ പാരലൽ കണക്ഷനകത്ത് അതായത് പാരലൽ കണക്ഷൻ വരുന്ന സമയത്ത് 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് അങ്ങനെ പോകും, എക്സെട്ര 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 എന്ന് പറഞ്ഞു പോകും. 92nd ക്വസ്റ്റ്യൻ. ആംബിയർ സെക്കൻഡ് ഈസ് ദ യൂണിറ്റ് ഓഫ്. ആംബിയർ സെക്കൻഡ് എന്തിന്റെ യൂണിറ്റ് ആണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആംബിയർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ കുളം പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. ഇത് എന്തിന്റെ കുളം എന്ന് പറഞ്ഞാൽ ചാർജിന്റെ യൂണിറ്റ് ആണ്. ചാർജ് പെർ എത്രത്തോളം ചാർജ് ഒരു വയറിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. ഒരേ എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു എന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് അറിയേണ്ടത്. കാരണം വെച്ചാൽ ആംബിയർ ഇൻറ്റു സെക്കൻഡ് ഈക്വൽ ടു കുളമ്പ്. ഓക്കെ, കുളമ്പ് കിട്ടി. അപ്പോൾ ഈ കുളമ്പ് എന്തിന്റെയാണ്, ചാർജിന്റെ യൂണിറ്റ് ആണ്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എ, ആംബിയർ സെക്കൻഡ് ഈസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്. ഓക്കെ, ബാക്കി ഓപ്ഷൻ നോക്കി വേണ്ട, എനർജി ഉണ്ട്, പവർ ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ ചാർജിന്റെ യൂണിറ്റ് ആണ്. അപ്പം 93rd ക്വസ്റ്റ്യൻ. The value of a resistance to be conducted across 12-watt battery to provide 1 milliampere current is. Okay, the value of the resistance to be conducted across 12-watt battery to provide 1 milliampere current is. Okay, അപ്പോൾ ഇതിൽ പറയുന്നത് അതിന്റെ വോൾട്ട് എത്രയാണ്, V equal to 12 volt, current I equal to 1 milliampere. V equal to IR ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, V equal to 12 equal to I 1 milliampere എന്ന് പറഞ്ഞാൽ 1 into 10⁻³ ഓക്കെ, അതായത് 1/1000 ഇൻറ്റു ആംബിയർ ആണ്, സോറി ഇൻറ്റു റെസിസ്റ്റൻസ് R. അപ്പം R എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 12 ഹരിക്കണം 1 ഇൻറ്റു 10⁻³ അപ്പം 12 ഇൻറ്റു 10⁻³ 12 ഇൻറ്റു 10⁻³ 12 കിലോ ഓം. ഓപ്ഷൻ ബി 12 കിലോ ഓം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ ഗുഡ് കണ്ടക്ടർ. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ ഗുഡ് കണ്ടക്ടർ. അപ്പോൾ നല്ലൊരു കണ്ടക്ടറിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താ ചെയ്യുക, ഒന്നെങ്കിൽ ടെമ്പറേച്ചർ അനുസരിച്ച് കൂടും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അനുസരിച്ച് കുറയും. നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ചിലപ്പം റെസിസ്റ്റൻസ് കൂടും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ചിലപ്പം റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. എന്തായാലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കൂല. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ ഗുഡ് കണ്ടക്ടർ ഈസ് ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓപ്ഷൻ എ. അടിയിൽ പറയുന്നൊക്കെ എന്താ, ഈസ് എ കോൺസ്റ്റന്റ് ഇൻ ഓൾ ടെമ്പറേച്ചർ. അത് തെറ്റാണ്. ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ലെങ്ത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ക്രോസ് സെക്ഷൻ ഏരിയ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പം ടെമ്പറേച്ചറിന്റെ ബേസ് നോക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് കൂടുകയോ കുറയുകയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട്, അതായത് ഈ ഓപ്ഷൻ ഒക്കെ ഇതൊക്കെ കറക്റ്റാണ്, ഡിപ്പെൻഡ്സ് അപ്പോൾ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ട്ലി പറയാൻ പറ്റില്ല എന്താ ചെയ്യണമെന്ന്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എക്സാമിന്. ഓക്കെ, 1 മൈക്രോ ആംബിയർ ഈസ്, മൈക്രോ ആംബിയർ എത്രയാണെന്ന് ചോദിക്കുന്നത്. 1 മൈക്രോ ആംബിയർ ഈസ് എത്രയാണെന്ന് ചോദിക്കുന്നത്. 95. ഓപ്ഷൻ എ 10⁻⁶. അതായത് നമ്മുടെ 10 ലക്ഷം കൊണ്ട് 1 മില്യൺ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് മൈക്രോ കിട്ടുന്നത്. അതായത് മില്ലിനേക്കാളും അറിയില്ല, എമ്മിനേക്കാളും ഡിവൈഡ് ബൈ 1000 ചെയ്താലാണ് നമുക്ക് മൈക്രോ കിട്ടുക. ഓക്കെ, the electrolyte in a nickel cadmium cell is, electrolyte in a nickel cadmium cell, ഇത്
എക്സാമിനൊക്കെ ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ ആണ്. നിക്കൽ കാഡ്മിയം സെല്ലിലെ ഇലക്ട്രോലൈറ്റ് എന്താണ്? ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ്, അമോണിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഏതാണ്? ഓപ്ഷൻ ഡി, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് നിക്കൽ കാഡ്മിയം സെല്ലിനകത്തുള്ള ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇലക്ട്രോലൈറ്റ്. ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.606 into 10 raised to minus 19 coulomb, 1.062 into 10 raised to minus 25 coulomb, 9.17 into 10 raised to minus 31 coulomb. C എന്ന് പറഞ്ഞാൽ coulomb ആണ് കേട്ടോ. 9.17 into 10 raised to minus 25 coulomb. ഓപ്ഷൻ എ, 1.6 into 10 raised to minus 19 coulomb ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. 1 electron is equal to 1 electron is equal to 1.602 into 10 raised to minus 19 coulomb. Okay, the resistance of a human body is about. ഇത് ഈ ഒരു ക്വസ്റ്റ്യനും നമ്മുടെ എക്സാമിന് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബോഡീന്റെ റെസിസ്റ്റൻസ് എൻവയറമെന്റൽ ടെമ്പറേച്ചറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ടെമ്പറേച്ചർ എത്രയാണ്? പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 10,000 ഓമിന്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. അതിന്റെ മുകളിലോട്ടും വരുന്നുണ്ട്. ഡ്രൈ കണ്ടീഷനിലും അല്ലെങ്കിൽ മരുഭൂമിയിലുള്ള സമയത്തൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 10,000 ഓമിന്റെ അടുത്താണ്. പക്ഷെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വാലിഡ് ആവില്ല. ഓക്കെ, ദ ലെങ്ത് ഓഫ് എ ഫേസർ ഇൻ ഫേസർ ഡയഗ്രം റെപ്രസെന്റ്സ്. ഫേസർ ഡയഗ്രത്തിന്റെ അകത്ത് ഫേസർ ലെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാക്സിമം വാല്യൂ, ആവറേജ് വാല്യൂ, RMS വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഓപ്ഷൻ എ, ഫേസർ ഡയഗ്രത്തിന്റെ അകത്ത് ഫേസറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ, an electric iron is rated as 230 watt 500 SV AC. The value of 230 refers to. ഇത് 230 എന്താണെന്ന് പറയുന്നത്? RMS വാല്യൂ, ആവറേജ് വാല്യൂ, മാക്സിമം വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. റേറ്റഡ് കറണ്ട് ആണ് വന്നത് 230 വാട്ട്സ്, 500 SV AC ആണ് തന്നിട്ടുണ്ടാവും. ഇതിൽ 230 എന്താണെന്ന് ചോദിച്ചാൽ RMS വാല്യൂ ആണോ, ആവറേജ് വാല്യൂ ആണോ, മാക്സിമം വാല്യൂ ആണോ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണോ? ഓക്കെ, ഓപ്ഷൻ എ, RMS വാല്യൂ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, RMS ഈക്വൽ ടു റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റർ എക്സാമിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും, കേരള വാട്ടർ അതോറിറ്റിന് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഈ വിവിധ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ അകത്ത് തന്നെ നമുക്ക് മിനിമം ഒരു 10-30 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം ബേസിക് എക്സാം ആണ്. അപ്പം ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ബേസിക് ലെവലിൽ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. എന്ത് വന്നാലും ഓംസ് ലോയും റെസിസ്റ്റൻസ് ഒന്നും ഒഴിവാക്കിയിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കില്ല ഇലക്ട്രിക്കലിന്റെ അകത്ത്. അതുപോലെ തന്നെ മെക്കാനിക്കലിന്റെ അകത്ത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ മേജർ പോർഷൻസും നമ്മളൊക്കെ കണ്ടാണ് എല്ലാ ക്വസ്റ്റ്യൻ. അതുപോലെ പ്രൊഡക്ഷൻ്റെ അകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാത്തവരാണെങ്കിൽ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. എടുത്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. ഈ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ താങ്ക് യു.